പ്രാർത്ഥന കേരളത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ നിറവും പകർച്ചയും വിടുതലും അനുഭവിക്കുവാൻ ദൈവസ്നേഹത്തിൽ ഞങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. We welcome everyone to join us and we are sure the Spirit of God is going to deal with us, with each of us this morning, and the Spirit of God wants to take us to a greater, higher level. ഉയർന്ന വലിയ മേഖലകളിലേക്ക് കൊണ്ടുപോകുവാൻ പരിശുദ്ധാത്മാവ് നാം ഓരോരുത്തരെ കുറിച്ചും ആഗ്രഹിക്കുന്നു. And let's go after him. അവന്റെ പിറകാലെ നമുക്ക് യാത്ര ചെയ്യാം. Today is the day of our breakthrough. ഇന്ന് നമ്മളുടെ വിടുതലിന്റെ ദിവസം അത്രേ. ഇന്ന് പകൽ രണ്ട് കരങ്ങളും ഉയർത്തിച്ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവേ എന്നോട് സംസാരിക്കണമേ. As we lift our hands to the Lord and begin this day with prayer, Lord God Almighty, here I am and speak to me, Lord. ഞാനിതാ കർത്താവേ, അവിടുന്ന് എന്നോട് സംസാരിക്കണമേ. And set me free, Father. പിതാവേ, അവിടുന്ന് എന്നെ സ്വതന്ത്രമാക്കണം. Yes, Lord. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. You will speak to us, Lord. Open our hearts, Lord, that we would listen to you. കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് തുറക്കണം. പ്രാർത്ഥനാ കേരള കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും അവർ ഏത് രാജ്യത്തായിരിക്കുന്നെങ്കിലും ഞങ്ങൾ ഇപ്പോൾ അവരെ അനുഗ്രഹിക്കുന്നു. We bless everyone who are joining us from different parts of the globe. In Jesus' mighty name, let the blessings of heaven come and descend on their lives, Lord. അവരുടെ മേൽ ഇറങ്ങി വരട്ടെ നിന്റെ അനുഗ്രഹങ്ങൾ. To God be the glory in Jesus' name. എല്ലാ മഹത്വവും എൻ്റെ യേശുവിൻ നാമത്തിൽ. പാസ്റ്റർ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് വ്യക്തമായി സംസാരിക്കും. പരിശുദ്ധ വചനത്തിൽ ചില വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുമോ? സങ്കീർത്തനങ്ങൾ 118 26 27 വാക്യങ്ങൾ. യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. ഞങ്ങൾ യഹോവയുടെ ആലയത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. യഹോവ തന്നെ ദൈവം, അവൻ നമുക്ക് പ്രകാശം തന്നിരിക്കുന്നു. യാഗപീഠത്തിന് കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടുവിൻ. Psalm 118 verses 26 and 27 that we have just read in Malayalam. Psalm 118 verse 26 and 27. Blessed is he who comes in the name of the Lord. We have blessed you from the house of the Lord. God is the Lord and he has given us light. And bind the sacrifice with cords to the horns of the altar. ശ്രേഷ്ഠമായ ദൈവത്തിൻ്റെ വചനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 118 സങ്കീർത്തനം നമ്മൾ മിക്കവരും ആവർത്തിച്ച് വായിക്കുന്ന സങ്കീർത്തനം. തുടക്കം ഇങ്ങനെയാണ്: യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവേ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവേ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നമുക്ക് പ്രൈം കേരള കുടുംബാംഗങ്ങൾക്ക് ഓരോ വ്യക്തിക്കും പറയുവാൻ കഴിയുന്ന കാര്യമുണ്ട്: ഈ യേശു നല്ലവൻ തന്നെയാണ്. നമ്മൾ ഏതെല്ലാം കാര്യങ്ങളിൽ, മേഖലകളിൽ ഈ യേശു നമ്മെ സ്പർശിച്ചു, ഈ യേശു നമുക്ക് വഴികാട്ടിയായി, ഈ യേശുവിൽ നമുക്ക് നിത്യജീവൻ ലഭിച്ചു. നാം പണം മുടക്കാതെ, നാം എങ്ങോട്ടും ഇറങ്ങിപ്പോകാതെ ഇരിക്കുന്ന ഇരിപ്പിൽ, കിടക്കുന്ന കിടക്കയിൽ കിടന്ന് യേശുവേ ഞാനങ്ങിൽ വിശ്വസിക്കുന്നു, അവിടുന്ന് എൻ്റെ ജീവിതത്തിലേക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ യേശു രാജാവായി നമ്മിലേക്ക് പ്രവേശിച്ചു, നമ്മിൽ വാഹനമേറി അവൻ നമ്മിലേക്ക് ഇറങ്ങി വന്നു. അതിൻ്റെ സ്വസ്ഥത, അതിൻ്റെ സമാധാനം, അതിൻ്റെ നന്മകൾ ആയിരങ്ങൾ അനുഭവിക്കുമ്പോൾ ഈ പകൽ നമുക്ക് ഒന്നേ പറയുവാനുള്ളൂ: യേശുവേ നീ നല്ലവൻ. ഗ്ലോറി ടു ദ ലോർഡ്. നമ്മൾ വായിച്ച സങ്കീർത്തനം, അവൻ വായിച്ച ആ വാക്യത്തിൽ God is the Lord and he has given us light. But bind the sacrifice with cords to the horns of the altar. വളരെ സവിസ്തരമായി പഠിക്കേണ്ട ചില പാഠങ്ങളാണ് ശരിക്കും ആ വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്. പഴയ ദൈവജനത്തിന് പഴയ നിയമത്തിലുണ്ടായിരുന്ന ആരാധനാ രീതികൾ ഒക്കെ അതിനകത്ത്, ആ വാക്യങ്ങൾക്കകത്തുണ്ട്. പക്ഷെ ഇന്ന് പകൽ ഞാൻ അതിനകത്ത് ഒരു വാക്കെടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന പാസ്റ്റർ 27-ാം അധ്യായത്തിൽ God is the Lord and he has given us light. നമുക്കറിയാം ഓഗസ്റ്റ് മാസത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തന്നിരിക്കുന്ന തീം എന്ന് പറയുന്നത് തുറന്ന വാതിൽ എന്നുള്ളതാണ്.
ഹല്ലേലൂയ. ഇന്ന് തുറന്ന വെളിച്ചത്തിന്റെ വാതിൽ, അതായിരിക്കും നമ്മൾ ചിന്തിക്കുന്ന ചിന്താവിഷയം. 118 നിന്ന് നമ്മൾ വായിച്ചു 119 സങ്കീർത്തനത്തിന്റെ 17 വാക്യം കൂടെ ഒന്ന് വായിക്കുമോ? ജീവിച്ചിരിക്കേണ്ടതിന് അടിയന് നന്മ ചെയ്യണമേ, എന്നാൽ ഞാൻ നിന്റെ വചനം പ്രമാണിക്കും. യെസ്, 18 വാക്യം. നിന്റെ ന്യായ പ്രമാണങ്ങളിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ ഒരു ഭാഗത്ത് വെളിച്ചത്തെ കുറിച്ച് സംസാരിക്കുന്നു, ഗാഡ് ഹാസ് ഗിവൺ us the light. മറുഭാഗത്ത് ഞങ്ങളുടെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എത്ര നല്ല പ്രാർത്ഥനയാണ്. ആമേൻ. ഒരു ഭാഗത്ത് നന്ദി പറയുക, ഗാഡ് ഹാസ് ഗിവൺ us light. താങ്ക് യു ലോർഡ്. അടുത്ത ഭാഗത്ത് പറയുക, ദൈവമേ എൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ. ഫോർട്ടിസ്മോസ് ക്യാമറ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഷട്ടർ തുറന്ന് വേഗം ആ ഇമേജിലുള്ളതായ വെളിച്ചം അതിനകത്ത് കയറി ആ സെല്ലുലോയിഡ് ആ ഇമേജ് പതിഞ്ഞ് അത് പ്രിൻ്റായി ഫോട്ടോ ആയി വരുന്നത് പോലെ ആ വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം, കർത്താവേ, അവിടുന്ന് വെളിച്ചത്തിൻ്റെ തുറന്ന വാതിലാണ്. അത് എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ടതിന് that I will reflect you, O Lord Jesus. എൻ്റെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ ഒന്ന് തുറന്നു കിട്ടുമ്പോൾ ഈ യേശുവിനെ പ്രതിബിംബിക്കുന്ന ഒരു ജീവിതമായി എൻ്റെ ജീവിതം മാറും. സങ്കീർത്തനം 118 27 വാക്യത്തിൽ നമ്മൾ വായിച്ചത് ബൈൻഡ് ദ സാക്രിഫൈസ് വിത്ത് കോർഡ്സ് അല്ലേ? യാഗപീഠത്തിന്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടുക. ദൈവത്തിന്റെ ആലയത്തിൽ കൊണ്ടുവരപ്പെട്ട യാഗമർപ്പിക്കുവാൻ വേണ്ടി വന്നതായ ഒരു യാഗമൃഗത്തിന് പിന്നീട് അതിന്റെ സ്വാതന്ത്ര്യത്തിന് പോകാൻ പറ്റൂല. അതിന്റെ ഇഷ്ടങ്ങളല്ല പിന്നെ അവിടെ നിറവേറുന്നത്. ഹല്ലേലൂയ. അതിന്റെ ഇഷ്ടങ്ങൾ മുഴുവൻ അവിടെ അടിയറ വയ്ക്കുക, അതിന്റെ വഴികൾ മുഴുവൻ അവിടെ അടിയറ വയ്ക്കുക. ഓൾട്ടർ എന്ന വാക്ക് വെളിപ്പെടുത്തുന്നത് തറയിൽ നിന്നും പ്രത്യേക ദൈവിക ഉദ്ദേശത്തിനു വേണ്ടി ദൈവസന്നിധിയിലുള്ള ആരാധനയുടെ ക്രമങ്ങളിൽ ചിലത് നിറവേറ്റേണ്ടതിനു വേണ്ടി പ്രത്യേകാൽ പണിതുണ്ടാക്കിയിരിക്കുന്ന സ്ഥലമെന്ന മിസ്ബെക്ക് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് കല്ലുകൊണ്ടുള്ളത് ബൈബിളിലുണ്ട്, മണ്ണ് കൊണ്ടുണ്ടാക്കിയതും ബൈബിളിലുണ്ട്. ഇനി തടി കൊണ്ടുണ്ടാക്കിയ ഒരു ഓൾട്ടറും ബൈബിളിലുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ക്രൂസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഓൾട്ടറായിരുന്നു, ഒരു യാഗപീഠമായിരുന്നു. ആ യാഗപീഠത്തിൽ വച്ച യാഗവസ്തു ആര്? 4 കാലുള്ള മൃഗങ്ങളായിരുന്നില്ല, പകരം സകല മാനവജാതിയുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന്, രോഗത്തിൻ്റെ സൗഖ്യത്തിന്, ശാപങ്ങളുടെ വിമോചനത്തിന്, സ്വാതന്ത്ര്യവും വിടുതലും, മാത്രമല്ല മാനവജാതി മുഴുവൻ ദൈവത്തിൻ്റെ മക്കളായി തീരേണ്ടതിന് അതിനുവേണ്ടി ഉള്ള വാതിൽ തുറന്നുകൊണ്ട് യേശു ഒരു പരമയാഗ വസ്തുവായി കാൽവറി ക്രൂശിൽ ആയിത്തീർന്നു. Glory to the Lord. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, and the good news is, ഇന്നത്തെ സദ്വർത്തമാനം എന്ന് പറയുന്നത് യേശു എന്ന യാഗവസ്തു കാൽവറി ക്രൂശ് എന്ന ആ ഓൾട്ടറിൽ, ആ അൾത്താരയിൽ പൂർണ്ണമായി ദഹിക്കപ്പെടുവാൻ അനുവദിച്ചത് കൊണ്ട് എനിക്ക് നിനക്കും സന്തോഷത്തോടെ പറയുവാൻ കഴിയും. And he has given us the light. Has not Jesus said that he is the light of the world? യേശു പറഞ്ഞില്ലേ, യേശു ലോകത്തിന്റെ വെളിച്ചമാണെന്ന്. Glory to the Lord. ആ വെളിച്ചമായ കർത്താവിനെ ലഭിച്ചു കഴിഞ്ഞ വ്യക്തിയാ വിളിച്ചു പറയുന്നത് he has given us the light. അവൻ നമുക്ക് വെളിച്ചം നൽകിയിരിക്കുന്നു. He is a door of light over your life from this moment. ഈ നിമിഷം മുതൽ വെളിച്ചത്തിന്റെ വാതിലായി ഈ യേശു താങ്കൾക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. കഷ്ടതയുടെ ആഴങ്ങളിൽ,
ദുരിതങ്ങളുടെ തീവ്രമായ ചുഴിയിൽ അകപ്പെട്ട ഇരുട്ടിൽ തപ്പിത്തടയുന്ന മനുഷ്യനായി, യുവാവായി, യുവതിയായി, മാതാവായി, പിതാവായി, ആൺകുഞ്ഞായി, പെൺകുഞ്ഞായി താങ്കൾ ആയിരിക്കുന്നെങ്കിൽ, മുൻപോട്ടുള്ള യാത്ര എങ്ങനെയെന്നറിയാൻ കഴിയാതെ ഭാവിയെക്കുറിച്ച് ആശങ്കയോടെ മുഴുവൻ തപ്പിത്തടയുന്ന ഒരവസ്ഥയിലാണെങ്കിൽ, ഇന്ന് പകൽ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. എനിക്കിത് പറയുവാൻ കഴിയുന്നു, എൻ്റെ യേശു എൻ്റെ വെളിച്ചമായി എൻ്റെ മേൽ വന്നു. ഞാൻ അതിനെന്ത് ചെയ്തു? യേശുവേ, അവിടുന്ന് എന്നിലേക്ക് വരണം. അവിടുത്തെ വെളിച്ചം എൻ്റെ മേൽ വരണം. അവിടുന്ന് വെളിച്ചമായി എന്നിൽ വരണം. ഇന്ന് പകൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആ മദ്യത്തിൽ തപ്പിത്തടയണ്ട, ആ മയക്കുമരുന്നിൽ തപ്പിത്തടയണ്ട, ആ ഇരുട്ടിൽ തപ്പിത്തടയണ്ട, ആ കെടുതികളിൽ തപ്പിത്തടയണ്ട, ആ ക്ലേശങ്ങളിൽ തപ്പിത്തടയണ്ട, മുമ്പോട്ട് എങ്ങനെ പോകണമെന്ന് അറിയാൻ കഴിയാതെ തപ്പിത്തടയണ്ട. ഈ പകൽ 119 സങ്കീർത്തനം 18 വാക്യത്തിൽ വായിക്കുന്നത് പോലെ, ലോർഡ് ഓപ്പൺ മൈ ഐസ് ലോർഡ്. കർത്താവേ, അവിടുന്ന് എൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ. ടു സീ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. കാൽവറി ക്രൂശിൽ യാഗമായ, ലോകത്തിന്റെ വെളിച്ചമായ ആ യേശുവിനെ ഒന്ന് കാണേണ്ടതിന് അവിടുന്ന് എൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ. കർത്താവേ, ഐ ആം ടയർഡ് ഓഫ് മൈ ലൈഫ് and everything is very very horrific in my life. കർത്താവേ, എല്ലാം എൻ്റെ ജീവിതത്തിൽ വളരെ ഭയാനകമായതാണ്. ഞാൻ പലതിൽ നിന്നും മടുത്തു. കർത്താവേ, I need your light, the door of light to be opened over my life. എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ആ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായി പൂർണ്ണമായി തങ്ങളെ തന്നെ സമർപ്പിച്ച പ്രിയപ്പെട്ടവർ, രണ്ട് കരങ്ങളും ഉയർത്തി ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഈ പകൽ മുതൽ താങ്കളുടെ ജീവിതം, ഈ പകൽ മുതൽ താങ്കളുടെ ജീവിതം ഈ വെളിച്ചത്തിലേക്ക് എൻ്റെ കർത്താവാം യേശു താങ്കളിലേക്ക് ഇറങ്ങി നിന്ന് ഈ വെളിച്ചത്തിന്റെ വാതിൽ താങ്കൾക്ക് വേണ്ടി തുറന്നു തന്നുകൊണ്ട്, ഇനി മേലാൽ താങ്കൾ ഇരുട്ടിൽ തപ്പി തടയുന്ന വ്യക്തിയല്ല. വെളിച്ചത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, പ്രകാശത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് കടന്നു പോകുവാൻ താങ്കളെ സഹായിക്കുന്ന യേശു കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, ഈ കഴിഞ്ഞ വെളുപ്പിന് വരെയും ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽ അവിടുത്തെ വചനപ്രകാരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോകത്തിന്റെ വെളിച്ചമായ യേശു അവരുടെ മേൽ ഉദിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ യേശുവിനെ കാണേണ്ടതിന് ഹൃദയ കണ്ണുകളെ അവിടുന്ന് തുറക്കണം. അത് നിമിത്തമുള്ള സ്വാതന്ത്ര്യം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഇരുട്ടിന്റെ അനുഭവങ്ങൾ മാറട്ടെ, രോഗങ്ങൾ മാറട്ടെ, ശാപങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ജീവിതങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്ക് വരട്ടെ. യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ, യേശുവിൽ നമുക്ക് ശുഭമായ ഭാവിയുണ്ട്. യേശുവിൽ നമുക്ക് ആശ്രയിച്ച് ജീവിക്കാം. ഈ യേശു അത്ഭുത മന്ത്രി, ഈ യേശു വീരനായ ദൈവം, ഈ യേശു സമാധാന പ്രഭു. പ്രാർത്ഥന കേരളത്തിൽ ആയിരക്കണക്കിന് പ്രാർത്ഥന വിഷയങ്ങൾ ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ടവർ ടെലഫോണിലൂടെയും ഇമെയിലിലൂടെയും SMS-ലൂടെയും ഇവിടെ അറിയിക്കുന്നു. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് കത്തുകൾ ഉപയോഗിച്ച് ഇവിടെ അറിയിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവ ഞങ്ങൾ ഓരോന്നും വായിച്ച് അതിന്റെ ഗൗരവം മനസ്സിലാക്കി എന്നോടൊപ്പം ധാരാളം ദൈവത്തിന്റെ മക്കൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് എനിക്ക് സന്തോഷത്തോടെ പറയാൻ പറ്റും, ഈ ഓർഡറിൽ വച്ചിരിക്കുന്ന 10,000-17,000 കവിയുന്ന ഈ പ്രാർത്ഥനാ വിഷയങ്ങളിൽ, 18,000 കവിയുന്ന ഈ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ചുവന്ന മഷി കൊണ്ട് എഴുതിയിരിക്കുന്ന ഒരുപാട് വിവരങ്ങളുണ്ട്. അത് യേശു അവർക്ക് കൊടുത്ത വിടുതല, ചെറുതാകട്ടെ വലുതാകട്ടെ, താങ്കളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ ഇടിവിൽ ദൈവത്തിന്റെ ജനം നിൽക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമായി ഈ യേശു താങ്കളുടെ വിഷയത്തിൽ, താങ്കളുടെ ജീവിതത്തിന് മേൽ വെളിച്ചമായി അവിടെ ഇറങ്ങി പ്രവർത്തിക്കും. 5 വർഷമായി മാനസികമായും പൈശാചികവുമായ ബന്ധനത്താൽ ഭാരപ്പെടുന്നു. എഞ്ചിനീയറിംഗ് പാസ്സായതാണ്, പൂർണ്ണ വിടുതൽ ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെ കോട്ടയത്തു നിന്ന് ഒരു സൂസനാണ് നമ്മോട് ഇത് അറിയിച്ചിരിക്കുന്നത്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ആദ്യമായിട്ട് ആരോ നമ്പർ കൊടുത്തിട്ട് ഈ പ്രാർത്ഥന കേരളത്തിൽ വിളിച്ചതാണ്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ ആ യുവാവിനെ
യേശു കർത്താവ് സ്വതന്ത്രനാക്ക് ഏതെല്ലാം സ്ഥലങ്ങളിൽ നൂറുകണക്കിന് യൗവനക്കാരെ യേശു വിടുവിക്കുന്നതൊക്കെ കാണുവാൻ കഴിയും. ഇന്ന് പകൽ ബന്ധനത്തിലായിരിക്കുന്നവരുടെ വിടുതലിന്റെ പകലം. റിജി പി രാജൻ, ടെക്സസ് USA, ക്രെഡിറ്റ് കാർഡ്, റെസിഡന്റ് കാർഡ് ഉൾപ്പെടെ ഉള്ള പേഴ്സ് നഷ്ടപ്പെട്ടപ്പോൾ പ്രാർത്ഥന കേരളത്തിൽ വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ യേശു നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് തിരികെ നൽകി. ജെയിംസ് കൊട്ടാരക്കരയിൽ നിന്നാണ് ഇത് വിളിച്ച് പറഞ്ഞിരിക്കുന്നത്. പ്രേയിങ് കേരളയിൽ പ്രാർത്ഥിച്ചു, ഹോസ്പിറ്റലിൽ ജോലി ലഭിച്ചു, പ്രാർത്ഥിച്ചു. എല്ലാവർക്കും പ്രേയിങ് കേരളയിലുള്ള എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. പ്രേയിങ് കേരളയിൽ എക്സാമിന് വേണ്ടി പ്രാർത്ഥിച്ചു. യേശു തന്റെ കൃപ നൽകി എക്സാം വളരെ എളുപ്പത്തിൽ എഴുതുവാനിടയായി. സോണിയയ്ക്ക് സുഖമില്ലായിരുന്നു. പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ചിരുന്നു. യേശു പൂർണ്ണ സൗഖ്യം നൽകി. പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥിച്ചിരുന്നു. ജപ്തി നടപടി മാറി. Glory to the Lord. ഇന്നലെ വന്ന പല പ്രാർത്ഥനാ വിഷയങ്ങൾ, ജപ്തികളുടെ വിഷയങ്ങളുണ്ട്. ഇന്നലെ പകൽ വിശേഷിയ പ്രാർത്ഥിച്ച് എത്ര പേരുടെ വിടുതലുകൾ ഞങ്ങൾക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. ഇന്ന് താങ്കളുടെ ജീവിതത്തിന് മേൽ ദൈവം പ്രവർത്തിക്കും. കാല് മടക്കുവാൻ പോലും കഴിയാതെ വിഷമിച്ചിരുന്നപ്പോഴാണ് പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥനയ്ക്കായി വിളിച്ചു പറഞ്ഞത്. യേശു അത്ഭുതകരമായ സൗഖ്യം നൽകി. ഇന്ന് പകൽ ഹല്ലേലൂയ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാൻ. താങ്കളുടെ സ്ക്രീനിൽ ഇപ്പോൾ തന്നെ ഈ വിഷയങ്ങൾ ലഭ്യമാണല്ലോ. ഞങ്ങളോടൊപ്പം കരങ്ങൾ വെച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, കമോൺ സഹോദരങ്ങളെ, ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിൽ കഷ്ടപ്പെടുന്ന പതിനായിരക്കണക്കിന് ജീവിതങ്ങളുടെ വിവരങ്ങളുമായി നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ, യേശു എന്ന ലോകത്തിന്റെ വെളിച്ചമായവൻ ഈ ജീവിതങ്ങളുടെ മേൽ ഇറങ്ങി വസിക്കേണ്ടതിന്, അവരുടെ വിഷയങ്ങളുടെ മേൽ ഇറങ്ങി വസിക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ആ പിതാവ്, ആ മാതാവ്, ആ സഹോദരൻ, ആ സഹോദരി, ആ യുവാവ്, യുവതി, ആൺകുഞ്ഞ്, പെൺകുഞ്ഞ്, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായി ദൈവകൃപയാൽ നിറയപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് അവരുടെ മേലെ പൊരുന്നിറങ്ങണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്ലേശിപ്പിക്കുന്ന സംവത്സരങ്ങൾ യേശുവിന്റെ നാമത്തിൽ അവരിൽ നിന്ന് മാറിപ്പോകട്ടെ. പീഡകൾ യേശുവിന്റെ നാമത്തിൽ അവരിൽ നിന്ന് അഴിഞ്ഞു മാറട്ടെ. രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ അവരിൽ നിന്ന് മാറട്ടെ. ഇന്റർവ്യൂവിൽ യേശുവിന്റെ നാമത്തിൽ അവർ വിജയികളാകട്ടെ. എക്സാംസിൽ യേശുവിന്റെ നാമത്തിൽ അവർ ഉയർന്ന നിലയിലേക്ക് പാസ്സാകട്ടെ. ജോലിയുള്ളവരായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഉയർന്ന വരുമാനങ്ങൾ ഈ ജീവിതങ്ങൾക്ക് ഉണ്ടാകട്ടെ. വരുമാനത്തിലുള്ള കെടുതികൾ, ശാപങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അഴിയട്ടെ. രോഗങ്ങൾ തല മുതൽ പാദം വരെ, അകത്തും പുറത്തും ഒരുപോലെ ഇപ്പോൾ തന്നെ യേശുവേ അങ്ങയുടെ കരം ഈ ജീവിതങ്ങളുടെ മേൽ വായിക്കും. യേശുവിൻ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. ക്യാൻസർ സൗഖ്യമാകട്ടെ. വിട്ടുപോ. യേശുവിന്റെ നാമത്തിൽ സമ്പൂർണമായി സൗഖ്യമുണ്ടാകട്ടെ. കെടുതികൾ മാറട്ടെ. ഈ ജീവിതങ്ങൾ ഉല്ലസിക്കട്ടെ. കർത്താവേ, എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു യേശുവിൻ നാമത്തിൽ. സ്ക്രീനിൽ കാണുന്ന പ്രേയിങ് കേരളയുടെ നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിക്കുക. നൂറുകണക്കിന് ദൈവത്തിന്റെ മക്കൾ ലോകരാജ്യങ്ങൾ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യേശു അത്ഭുതങ്ങളുടെ കർത്താവാണ്. ചങ്ങളത്ത് നിന്ന് സുമി വിളിച്ചിരിക്കുന്നു. കാലിന്റെ വേദനയ്ക്ക് പൂർണ്ണ സൗഖ്യം വേണം. ഭർത്താവ് മദ്യപാനം മാറണം. മക്കളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടണം. പ്രിയപിതാവ്, വിഷയങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ അത്ഭുതകരം നീട്ടി കർത്താവെ, നീ അവർക്ക് വേണ്ട വിടുതലുകൾ നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ കാലിന്റെ വേദനകളെല്ലാം നീ മാറ്റിയെടുക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യേശുവിന്റെ നാമത്തിൽ കർത്താവ് മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെട്ട തിരുമാറാട്ടെ. കർത്താവെ, ആ ഭർത്താവിനെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവിക മാനസാന്തരത്താൽ നിറച്ചാട്ട്. കർത്താവെ, യേശുവിന്റെ നാമത്തിൽ ആ കുടുംബജീവിതങ്ങളെല്ലാം ധന്യമായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ. മബലിക്കരൻ തോമസ് വിളിച്ചിരിക്കുന്നു. മകൾ എൽസയുടെ വിവാഹം നടക്കണം. ശില്പയുടെ ബിടെക് എക്സാമിന്റെ റിവാലുവേഷൻ കൊടുത്തിരിക്കുന്നു. കർത്താവ്, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത് വിവാഹം നടക്കണം. മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് അനുഗ്രഹിക്കപ്പെട്ട വിവാഹം ആൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റിവാലുവേഷൻ കർത്താവ് നല്ലപോലെ കർത്താവ് ഹാലൻ മാർക്കോട് കൂടെ അതുകൊണ്ട് പാസ്സാവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. തുമ്പമണിയിൽ നിന്ന് കുഞ്ഞുമോൻ വിളിച്ചിരിക്കുന്നു. മരുമകനെ ഉയർന്ന ജോലി ഗൾഫ്
ഗൾഫിൽ ലഭിക്കേണ്ടതിനെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രിയ പിതാവേ, കർത്താവേ, ഹൃദയങ്ങളുടെ ആഗ്രഹങ്ങളെ മാനിക്കുന്ന ദൈവമേ, കർത്താവരുടെ ആഗ്രഹങ്ങളെ നീ മാനിക്കുമരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് മകന് കർത്താവെ ഒരു ഉയർന്ന ജോലി ലഭിക്കും, അതൊക്കെ കാണണം. കർത്താവെ അവന് വേണ്ട വഴികളെ നീ തുറക്കുമരണമെന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. കാട്ടാക്കടത്ത് കരുണാകരൻ വിളിച്ചിരിക്കുന്നു. കടഭാരമുണ്ട്, വീട് പണയത്തിലാണ്. 22-ാം തീയതി കേസിന്റെ വാദം നടക്കുന്നു. പ്രാർത്ഥിക്കണം കർത്താവ്. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇദ്ദേഹത്തെ കുടുംബത്തെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവിന്റെ നാമത്തിൽ എല്ലാ കടഭാരവും മാറട്ടെ. വീടിന്റെ കേസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നീ അനുകൂലമായി ഇറങ്ങി കർത്താവ് കേസിന് പൂർണ്ണമായി അങ്ങ് വിടുവിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വലിയ ദൈവമഹത്വം ഈ വിഷയത്തിന്മേൽ അങ്ങ് വെളിപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. വെള്ളനാട് നിന്ന് കാഞ്ചന വിളിച്ചിരിക്കുന്നു. ഭർത്താവ് കാൽമുട്ട് വേദനയാൽ ഭാരപ്പെടുന്നു. അതുപോലെ കാഞ്ചനയ്ക്ക് പനിയും വിറയലുമായി ഭാരപ്പെടുന്നു. 5 സെന്റ് സ്ഥലവും വീടും വിൽക്കേണ്ടതിനെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. മകൾക്ക് ജോലി ലഭിക്കണം. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഈ വിഷയങ്ങളുമേൽ നിന്റെ അത്ഭുത കരം നീട്ടി നീ പ്രവർത്തിക്കുമാറാണമേ. കർത്താവെ, അവരുടെ ശാരീരികമായ എല്ലാ പ്രയാസങ്ങളും നേർക്കൊണ്ട് വിടുതൽ നൽകിയാട്ടെ കർത്താവെ. അമ്മ കർത്താവെ, അവരുടെ കുടുംബത്തിന്റെ കർത്താവെ, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് സ്ഥലം വിൽക്കുവാൻ തൊക്കണം വേണ്ട സാഹചര്യങ്ങൾ നീ അനുകൂലമാക്കി നൽകുന്നതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. അമ്പൂരിന്ന് മഞ്ജുഷ വിളിച്ചിരിക്കുന്ന ബ്രദർ മനോജിന്റെ മദ്യപാനം കാരണം മാനസികമായി വളരെയധികം പ്രയാസപ്പെടുന്നു. അവരുടെ വഴക്കും ബഹളം ആരോടും മിണ്ടുന്നില്ല. ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ സഹോദരനെ പ്രാർത്ഥിക്കുന്നു. യേശുവെ, അങ്ങ് നൽകുന്ന സ്വാതന്ത്ര്യം സമാധാനവും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വ്യാപരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിന്റെ സകല അടിമത്തത്തിൽ നിന്ന് പുറത്തു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് മറ്റുള്ള ദൈവസ്നേഹത്തോടുകൂടി ഇടപെടുവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇവിടെ ധാരാളം വിടുതലുകളുടെ സാക്ഷ്യങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട്. ജോളി വെണ്ണിക്കുളത്തുനിന്ന് വിളിച്ചു പറഞ്ഞു, മകന് അതിഭയങ്കരമായ പനിയും ചുമയും മാറി മാറി അത് ഒരു പരിഹാരവുമില്ലാതിരുന്നു. അതിനുശേഷം ആ മകൻ്റെ ചെവിയുടെ പിറകിലൊരു തടിപ്പൂട് കണ്ടപ്പോൾ ആകെ വിഷമിച്ചു. പ്രാർത്ഥന കേരളത്തിൽ വിളിച്ചു പറഞ്ഞു, അത് ഡോക്ടേഴ്സിനെ കൊണ്ട് കാണിച്ചു, ഒരു കുഴപ്പവും ഇല്ല എന്ന് ആ ഡോക്ടേഴ്സ് പറഞ്ഞു. പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥിച്ച് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഹസ്ബൻഡ് വീടും സ്ഥലവും പണയം കൊടുത്ത് ദുബൈയിലേക്ക് പോയി. പ്രാർത്ഥിക്കണം, നല്ല വഴികൾ ദൈവം അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കണം. സാലറി കുറവാണെന്ന് ഒരു വിവരം അവർ അറിയിച്ചിട്ടുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. കർത്താവ് ഉയർന്ന അനുഭവങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകും. മകൾ ബെറ്റി +2 പഠിക്കുന്നു. ലാബിൽ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി ചെന്നാലും സാർ സൈൻ ചെയ്യത്തില്ലായിരുന്നു. പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥിച്ചതിന് ശേഷം അടുത്ത ദിവസം തന്നെ സാർ അത് സൈൻ ചെയ്ത് കൊടുത്തു. പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. എഡ്യൂക്കേഷൻ ലോണിൻ്റെ പലിശ എഴുതി തള്ളുവാൻ ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ സമയത്ത് പ്രത്യേക ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. പ്രാർത്ഥന കേരളത്തിലോട് ചേർന്ന് യേശു അത്ഭുതം പ്രവർത്തിച്ചു. പലിശ മുഴുവൻ എഴുതി തള്ളി. അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹം നടക്കേണ്ടതിന് വേണ്ടി ഷെറിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കോഴഞ്ചേരിയിൽ നിന്ന് നമ്മോട് അറിയിച്ചിട്ടുണ്ട്. ബ്രദർ ഗൾഫിലാണ്, നല്ല ശമ്പളം കിട്ടണം. ഈ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുമ്പോൾ ഗൾഫിൽ ജോലി ചെയ്യുന്ന, മറ്റ് പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന അനേകം പ്രിയപ്പെട്ടവരുടെ അവർക്ക് സാലറി ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ തന്നെ ലഭിക്കുന്ന സാലറി വളരെ നാമമാത്രമായൊരു സാലറിയാണ്. അവരവിടെ പോയത് ഒരുപാട് രൂപ കടത്തിലൂടെ ഒക്കെ പോകുന്നവരുണ്ട്, വലിയ വെല്ലുവിളികളിലൂടെ പോകുന്നവരുണ്ട്. കർത്താവ് അത്ഭുതകരമായി നന്മകൾ കൊണ്ട് അവിടുന്ന് നിറയ്ക്കേണ്ടതിനായി നമുക്കൊന്നിച്ച് പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ 2 കരങ്ങളും ഉയർത്തി ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിദേശ രാജ്യങ്ങളിൽ ജോലി സ്ഥലത്ത് ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ വരുമാനമില്ലാതെ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കാതെ കഷ്ടപ്പെടുമ്പോൾ ഇന്ന് പകൽ എൻ്റെ കർത്താവെ, അവരുടെ ഉഴൽച്ചകൾ മാറേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Father God, I pray that you will stretch forth your hand over your people in Jesus name. കർത്താവിന്റെ നിറവ് അവർക്ക് ഉണ്ടാകട്ടെ. Let the blessings and abundance of Jesus come into their lives in Jesus name. യേശുവിന്റെ നിറവും സമൃദ്ധിയും അവരുടെ ജീവിതത്തിന്റെ മേൽ വരട്ടെ. ശമ്പള വർധനവ് യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അത് ഉണ്ടാകട്ടെ. 30, 60, 100% ഒരു വർധനവ് യേശുവിൻ നാമത്തിൽ പ്രേയിങ് കേരള കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രിയ പിതാവേ. വിളിച്ചിരിക്കുന്ന മരുമകൾ പ്രിയയ്ക്ക് ന്യൂമോണിയാൽ ഭാരപ്പെടുന്നു. പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മകളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ കരം നിന്റെ മകളുടെ മേലെന്ന് വെച്ചാണ് ന്യൂമോണിയ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. ശരീരത്തെ ബലപ്പെടുത്തിയാണ് പ്രാർത്ഥന നടക്കുന്നതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അമ്മണി ജീവനത്തിൽ വിളിച്ചിരിക്കുന്നു. സാലിക്ക് ബൈപ്പാസ് ഓപ്പറേഷൻ
ഞരമ്പ് എന്നും തിരിഞ്ഞിരിക്കുന്നതിനാൽ ചില പ്രയാസങ്ങളുണ്ട്. ജീവിക്കുന്നവർ. മനോജിന് 2 കിഡ്നിയും ഫെയിലിയർ ആയിരിക്കുന്നു. അമ്മണിയുടെ ഇളയ മകന് 40 ലക്ഷം രൂപ കടമുണ്ട്, വസ്തു വിൽക്കണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ വിഷയങ്ങൾ ഇതിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, ഈ കുടുംബത്തിന് മേൽ ദൈവത്തിന്റെ കരം ആവസിച്ച് ദൈവിക കർത്താവെ പദ്ധതി വ്യക്തമായി വെളിപ്പെടുത്തണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ മകളുടെ ഞരമ്പ് യഥാക്രമം ലെവലായി വരുവാൻ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സകല നുഖങ്ങളും തകർന്നു പോകട്ടെ. ആ പൈതലിന്റെ കിഡ്നിയുടെ കർത്താവെ അതിന്റെ പ്രവർത്തന ശക്തി വ്യക്തമായി വെളിപ്പെടുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവെ. കടബാധ്യതകളെ പൂർണ്ണമായി വീട്ടുവാൻ അതിനുള്ള വഴികൾ അവിടെ തുറന്നു വരട്ടെ യേശുവിൻ നാമത്തിൽ പ്രിയപിതാവേ. ആമേൻ. വത്സമ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. വത്സമയുടെ കിഡ്നിക്ക് പ്രോബ്ലമാണ്, നിരന്തരം തുമ്മലുണ്ട്, അച്ഛനും മകനും തമ്മിലുള്ള പ്രശ്നം മാറണം, കുടുംബത്തിൽ സമാധാനമില്ല കർത്താവേ. ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കിഡ്നി പ്രോബ്ലം യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഒരു പൂർണ്ണ സൗഖ്യം ഇപ്പോൾ തന്നെ ശരീരത്തെ വ്യാപരിക്കട്ടെ കർത്താവേ. കർത്താവേ കുടുംബത്തിലെ സമാധാനം കർത്താവേ അങ്ങൊന്ന് പുനഃസ്ഥാപിച്ചാട്ട് ആ അപ്പനും മകനുമുള്ള വഴക്കുകളെല്ലാം യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. കുടുംബം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥന നടക്കുമ്പോഴേക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഷീല തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. അമ്മയ്ക്ക് ഷുഗർ കൂടി, കാഴ്ച കുറഞ്ഞു, ഓപ്പറേഷൻ കൂടാതെ സൗഖ്യം വേണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മാതാവിന്റെ കണ്ണിന്മേൽ അങ്ങയുടെ കരം വെച്ച് പൂർണ്ണമായി ആ കണ്ണ് തുറന്നു വരട്ടെ. അത്ഭുത വിടുതലോടെ സംഭവിക്കുന്നതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ പ്രിയപിതാവേ. ആമേൻ. മോളി മുളക്കുഴയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. കർത്താവിന് ജോലി സംബന്ധിച്ചുള്ള പണം ലഭിക്കണം കർത്താവേ. ആ കുടുംബത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ തടസ്സമായി നിൽക്കുന്ന നന്മ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ തുറന്നു വിടുന്നു. അത് എത്രയും വേഗം തന്നെ കർത്താവേ അവരുടെ കരങ്ങളിൽ ലഭിക്കട്ടെ. ആ കുടുംബം യേശുവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥനയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ചിത്ര മലയൻകീഴിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. ചേച്ചിയുടെ മകന് സോനുവിന്റെ ലൈസൻസും 10,000 രൂപയും നഷ്ടപ്പെട്ടു. യേശുവിന്റെ നാമത്തിൽ പൈതലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നഷ്ടപ്പെട്ട് തിരികെ ലഭിക്കുവാൻ വേണം ദൈവകരമുടെ വ്യക്തമായി വെളിപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പ്രിയപിതാവേ. നമ്മുടെ സണ്ണി മാവേലിക്കരൻ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ജോലിക്ക് ഒരു ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാളെ മറ്റന്നാൾ ഇന്നും മറ്റന്നാളുമായിട്ട് 16-ാം തീയതിയുമായി ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവരുടെ വിവരങ്ങൾ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നിട്ടുണ്ട്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ, ഓസ്ട്രേലിയയിലാണ് ഒരുപാട് പേര് ജോലിക്ക് വേണ്ടി, പഠനത്തിന് വേണ്ടിയും ഒക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ, അവരുടെ ആശ്രിതർ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർ യേശുവിൽ വിശ്വസിച്ച് അതിൻ്റെ അടയാളമായി 2 കരവും ഉയർത്തി ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് അത്ഭുതകരമായി പ്രവർത്തിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ വേളയിൽ തന്നെ കർത്താവേ, സ്പിരിറ്റ് ഓഫ് എക്സലൻസ് അവരുടെ മേൽ പകരണമേ. മികവിൻ്റെ ആത്മാവിനാൽ അവിടുന്ന് അവരെ നിറയ്ക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമ്പോൾ അവരുടെ ഇൻ്റർവ്യൂസിൽ അവർ പാസ്സാകുവാൻ, ഉയർന്ന നിലയിൽ പഠനത്തിലാണെങ്കിലും ജോലിക്കാണെങ്കിലും അവർ പ്ലേസ്ഡ് ആയി തീരുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ പിതാവേ. നമുക്കൊരു ടെലിഫോൺ വന്നിട്ടുണ്ട്. ഹലോ, നെയ്യാർ ഡാമിൽ നിന്ന് അലക്സ്. പറഞ്ഞാട്ട് അലക്സേ. ഓ, ഈ വരുന്ന 22-ാം തീയതി അവർ 5.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പറ്റാൻ പറ്റത്തുള്ളൂ. അതെ, അപ്പോഴേ ഒന്ന് കാര്യമായിട്ട് പ്രാർത്ഥിക്കണം. അവർ അത്രയും കൃത്യങ്ങൾ സ്റ്റേജിൽ നിൽക്കുകയാണ്. നമുക്ക് അലക്സെ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. അലക്സിന്റെ വീടിന്റെ അടുത്തുള്ളവരാണോ അത്? അലക്സിന്റെ വീടിന്റെ അടുത്തുള്ള ആളാണോ അത്? 4 കിലോമീറ്റർ. അവരിപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ടോ? ഓക്കെ. എൻ്റെ പക്കൽ ധാരാളം പ്രിയപ്പെട്ടവർ ഇന്നലെയും ഇന്നും മിനിഞ്ഞാന്നും ഒക്കെ ആയിട്ട് പ്രാർത്ഥന കേരളത്തിൽ ജപ്തി സംബന്ധിക്കുന്ന കാര്യങ്ങളുമായിട്ട് ജപ്തി ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു ഒരുപാട് പേരുടെ വിവരങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. എന്നോട് ചേർന്ന് പ്രാർത്ഥന കേരളത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരും ഈ സന്ദർഭത്തിൽ ആ വീടുകളിൽ ആ സ്ഥലങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഞങ്ങളോട് ചേർന്നൊന്ന് പ്രാർത്ഥിച്ച് യേശു ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കും. ജപ്തി നടപടികളെ നമ്മൾ മാറ്റുകയാണ്. ഹല്ലേലൂയ. അതിൻ്റെ മേൽ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ഒരു തീരുമാനം വന്നാൽ
അതിനനുസരിച്ച് എല്ലാവരും പ്രവർത്തിച്ചേ മതിയാകുകയുള്ളൂ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവർ നേരിടുന്ന ജപ്തി നടപടികൾ, കർത്താവെ, അവരെടുത്ത ലോണ് അത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് തിരിച്ചടയ്ക്കാൻ കഴിയാതിന് ഞങ്ങൾ അറിയുന്നില്ല. സകലതും അറിയുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഇന്ന് പകൽ ഈ വിലപിക്കുന്ന ഈ ജീവിതങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. 5.5 ലക്ഷം രൂപ, 2.5 ലക്ഷം രൂപ, 50 ലക്ഷം രൂപ, 4 കോടി രൂപ, 8 കോടി രൂപ മുതലായത് ഈ ദിവസങ്ങളിൽ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറഞ്ഞ ആ വിലപ്പെട്ട ജീവിതങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, ഓരോരുത്തരുടെ ഭാരം അറിയുന്ന എൻ്റെ ദൈവമേ, ഇന്ന് പകൽ അവിടുത്തെ കരം നീട്ടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനസ്സലിയുന്ന കർത്താവേ, മനസ്സലിയുന്ന കർത്താവേ, മനസ്സലിവിൻ്റെ ദൈവമേ, പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ കർത്താവേ, ഈ പകൽ സുഹൃത്തിനു വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ ഇടിവിൽ നിൽക്കുന്ന ഈ അലക്സിനെ ഞങ്ങളോടൊപ്പം ഓർത്ത് അവിടുന്ന് ആ കുടുംബങ്ങളെ അവിടുന്ന് വിടുവിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Glory to the Lord. എൻ്റെ കർത്താവ് ഇന്ന് പകൽ അത്ഭുതങ്ങളായി പ്രവർത്തിച്ചതുകൊണ്ട് സ്തോത്രം. ദൈവസഭയ്ക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നിരിക്കുന്ന ദൈവ വചനത്തിലൂടെ പകർന്ന ദൈവിക അധികാരത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഇന്ന് പകൽ പ്രാർത്ഥിക്കുമ്പോൾ ആ നടപടികളെ ഞങ്ങൾ യേശുവിൻ നാമത്തിൽ നിർത്തിവെക്കുന്നു. ആ ജപ്തി നടപടികൾ അവിടുന്ന് മാറിപ്പോകട്ടെ. അവർക്കത് പണം അടയ്ക്കുവാനുള്ള വഴികൾ അവിടുന്ന് തുറന്നു കൊടുക്കും. ക്യാൻസലായി പോകേണ്ടത് ക്യാൻസലായി പോകട്ടെ. അടച്ചു തീർക്കുവാനുള്ളതിനുള്ള വഴികൾ അവിടുന്ന് തുറന്നു കൊടുക്കും. എല്ലാത്തിന്റെ മേല് ദൈവത്തിന്റെ സമയത്തെ ഞങ്ങൾ കൊണ്ടുവരുന്നു യേശുവിൻ നാമത്തിൽ. നമുക്ക് അടുത്തൊരു ടെലിഫോൺ കൂടെ വന്നിട്ടുണ്ട്. ഹലോ 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 റൊമാറ്റിക് ആർത്രൈറ്റിസ്. തീർച്ചയായിട്ടും. സിസ്റ്റർ പേരെന്തായിരുന്നു? സജിത. എവിടെ നിന്നാ വിളിക്കുന്നേ? മണ്ണന്തല, തിരുവനന്തപുരത്തു നിന്നാണ് വിളിക്കുന്നത്. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. ഒരു വലിയ ലിസ്റ്റ് തന്നെയാണ് ആ ശരീരത്തിൽ വഹിക്കുന്ന രോഗങ്ങളെക്കുറിച്ച് പ്രാർത്ഥന കേരളത്തിൽ കുടുംബാംഗങ്ങൾ പറഞ്ഞു കേട്ടത്. ഞങ്ങളോട് ചേർന്ന് നമുക്കൊന്നിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ യേശുവിനാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. സജിത, കർത്താവ് താങ്കളെ സൗഖ്യമാക്കുന്നത്. ഇപ്പോൾ തന്നെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ താങ്കളുടെ 2 കരവും താങ്കളുടെ തലയിൽ മേൽ വെച്ചാട്ട് പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ ജനം, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ തന്നെ നമ്മോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ അദൃശ്യമായ കരം ഇപ്പോൾ ആ ജീവിതത്തിൻ്റെ മേലെ വരട്ടെ. റുമാറ്റിക് ആർത്രൈറ്റിസ് നിമിത്തം മരുന്നുകൾ, സ്റ്റിറോയിഡ്സ് കഴിച്ച് ശരീരത്തിലെ ബാക്കി അവയവങ്ങളുടെ പ്രവർത്തനങ്ങളോടെ താളം തെറ്റിയപ്പോൾ ഇന്ന് പകൽ കർത്താവേ, ആ ശരീരത്തിന്റെ മേലെ അങ്ങയുടെ ക്രമത്തെ, the order of Jesus is being brought over her body in Jesus mighty name now. കർത്താവിന്റെ ക്രമം അവളുടെ ശരീരത്തിന് മേലെ ഇപ്പോൾ ഞങ്ങൾ കൊണ്ടുവരുന്നു. ആ രോഗശക്തികൾ മാറട്ടെ, മുഴകൾ മാറട്ടെ, കിഡ്നികളുടെ പ്രവൃത്തികൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ നോർമലായി തീരട്ടെ. ലിവർ യേശുവിൻ നാമത്തിൽ നോർമലായി പ്രവർത്തിക്കട്ടെ. ആർത്രൈറ്റിസ് എന്ന ആ രോഗ ആത്മാവ് യേശുവിൻ നാമത്തിൽ ഇപ്പോൾ അവരിൽ നിന്ന് വിട്ടുമാറുവാൻ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു. അവിടുന്ന് അത് ചെയ്തത് കൊണ്ട് നന്ദി യേശുവിൻ നാമത്തിൽ പിതാവേ. നമ്മൾക്കടന്ന് മിനി വിളിച്ചിരിക്കുന്ന കുടുംബ സമാധാനമില്ല, ഭവനത്തിൽ കയറുവാൻ പോലും പറ്റുന്നില്ല. പ്രാർത്ഥിക്കണം. കർത്താവ്, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ മിനിയെ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക സമാധാനത്താൽ കുടുംബം നിറയപ്പെടേണ്ടതിന് ഞങ്ങൾ ഇന്ന് ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അതുപോലെ എന്റെ കർത്താവെ, അവരുടെ ഭവനത്തിലുള്ള എല്ലാ അസ്വസ്ഥതകളും മാറട്ടെ. ആ ഭവനത്തിൽ സമാധാനത്തോടെ പാർക്കുവാൻ അങ്ങയുടെ കൃപ പകർന്നു കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ.
ആമേൻ. കുമരകത്ത് നിന്ന് സിന്ധു വിളിച്ചിരിക്കുന്നു. ഭർത്താവിന് യൂറോപ്പിന് പോകാനുള്ള കാര്യങ്ങളെല്ലാം ശരിയാണ്ടനെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രിയ പിതാവേ, യേശുവിന്റെ നാമത്തിൽ കർത്താവ് ജീവിതത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ മകന് വേണ്ട യാത്രയ്ക്കുള്ള കാര്യങ്ങൾ നീ ക്രമീകരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്, എത്രയും വേഗം കർത്താവെ അതിനുള്ള കാര്യങ്ങൾ കർത്താവ് അവർക്ക് സാധ്യമായി തീരുവേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. കോട്ടയത്ത് റിനു വിളിച്ചിരിക്കുന്ന ജോലി ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ്, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലി അവൻ ഉണ്ടാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സകല മേഖലയിലും കർത്താവെ നിന്റെ കാര്യം അവനുവേണ്ടി അനുകൂലമായി പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. മാവേലിക്കരയിൽ നിന്ന് സണ്ണി വിളിച്ചിരിക്കുന്നു. എബി ഓസ്ട്രേലിയയിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു. സാമ്പത്തികമായ വിഷയങ്ങൾ ശരിയാകേണ്ടതിനെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രിയ പിതാവ്, ഈ വിഷയങ്ങൾ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്ന മകനായി പ്രാർത്ഥിക്കുന്നു. ദൈവിക ജ്ഞാനത്താൽ നിറയ്ക്കുമാറാണമേ കർത്താവെ. ഒരു ഉയർന്ന വിജയം നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ. അവരുടെ സാമ്പത്തിക വിഷയങ്ങളിന്മേൽ നിന്റെ ദൈവിക മറുപടി ഉണ്ടാവേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക സ്രോതസ്സുകൾ അവർക്കായി തുറന്നു വരുമാറാകട്ടെ കർത്താവെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. സഹോദരി വിളിച്ചിരിക്കുന്നു. 3 ദിവസത്തെ ഉപവസിക്കുന്ന ദൈവിക ബലം ഉണ്ടാണ്. അതുപോലെ തന്നെ ഭർത്താവിന് മാനസാന്തരം ഉണ്ടാണോ. കർത്താവ്, ഞങ്ങളെ പ്രിയ സഹോദരൻ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ദൈവം നിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ആത്മീയമായി കർത്താവ് നിന്റെ ബലം പകർന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ മുൻപോട്ട് അങ്ങ് വഴി നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അതിന് പൂർണ്ണമായും മാനസാന്തരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിലെ ദൈവിക സമാധാനം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കാട്ടക്കടയിൽ നിന്ന് റോബിൻസൺ വിളിച്ചിരിക്കുന്നു. നെഞ്ചുവേദന, കൈകാൽ കഴുപ്പ്, ഭാര്യയ്ക്ക് കൈക്ക് ഭയങ്കരമായ വേദന, സഹോദരിയുടെ മകൾക്ക് ഇടയ്ക്കിടെ നെഞ്ചുവേദന അനുഭവപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഈ വിഷയങ്ങൾ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പിതാവേ, നിന്റെ ദൈവിക സൗഖ്യത്താൽ ഈ ജീവിതങ്ങളെ ഓരോരുത്തരെയും നീ കർത്താവെ അനുഗ്രഹിക്കുമരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. ദൈവപ്രവൃത്തി കർത്താവേ ഇപ്പോൾ തന്നെ ആ ജീവിതങ്ങളുടെ ചരിത്രം അനുഭവിപ്പാൻ തക്കോണം ദൈവിക സൗഖ്യത്തെ നീ വ്യാപരിപ്പിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇന്നത്തെ പത്രത്തിൽ മനോരമയുടെ ഫ്രണ്ട് പേജിൽ രാജിയില്ല, സിറ്റിംഗ് ജഡ്ജി അന്വേഷിക്കും, ഉപരോധം പിൻവലിച്ചു എന്ന വലിയ വാർത്തയാണ് വന്നിരിക്കുന്നത്. ഇംഗ്ലീഷ് പത്രത്തിലും അത് തന്നെ, ഗവൺമെൻറ് ഡിക്ലെയർസ് ജുഡീഷ്യൽ പ്രോബ്, LDF കോൾസ് ഓഫ് സ്റ്റേ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചിരുന്നു. ദൈവം സമാധാനപരമായ സമരങ്ങൾ നമ്മുടെ ദേശത്ത്, നമ്മുടെ സംസ്ഥാനത്തിൽ നൽകി ആർക്കും ആളപായം കെടുതികളൊന്നുമില്ലാതെ സകലയിടത്തും ദൈവത്തിൻ്റെ സമാധാനം അനുഭവിപ്പാൻ ഇടയായി തീർന്നല്ലോ. കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ വിഷയത്തിൽ പ്രാർത്ഥിക്കുവാൻ ധാരാളം ടെലിഫോൺ കോളുകൾ ഈ പ്രൈയിങ് കേരളയുടെ ഓഫീസിൽ വന്നിരുന്നു. പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിശേഷിയ വിളിച്ചു പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തുള്ള നന്ദിയും സ്നേഹവും നമുക്ക് അറിയിക്കുന്നു. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭരണപക്ഷം, നമ്മുടെ പ്രതിപക്ഷം, ഇന്ത്യയിലെ കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ, അവർ എല്ലാം രാഷ്ട്രീയം അതിൻ്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ അവർ ഓരോരുത്തരും വിലപിടിപ്പുള്ള ജീവിതങ്ങളാകയാൽ രാഷ്ട്രീയത്തിന് മീതെ അവർ ഓരോരുത്തരും മൂല്യമുള്ള അർത്ഥവുമുള്ള ജീവിതങ്ങളായി തീരേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കേരളത്തിൽ രക്തച്ചൊരിച്ചിൽ വേണ്ട. നമ്മുടെ കേരളത്തിൽ ദൈവത്തിൻ്റെ സമാധാനം മതി. ഇന്ത്യയിൽ രക്തച്ചൊരിച്ചിൽ വേണ്ട. ഇന്ത്യയിൽ ദൈവത്തിൻ്റെ സമാധാനം മാത്രം മതി. 2 കരങ്ങളും ഉയർത്തി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഒരു സ്ഥലത്ത്, ഒരു ഗ്രാമത്തിൽ പോലും രക്തച്ചൊരിച്ചിൽ ഇന്ത്യയിൽ വേണ്ട. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ സമാധാനം ഉള്ളപ്പോൾ എങ്ങും അടിപിടി ഉണ്ടാക്കണ്ടല്ലോ, എങ്ങും വാദപ്രതിവാദത്തിന് ആവശ്യമില്ലല്ലോ, എങ്ങും ആശയക്കുഴപ്പത്തിന് ആവശ്യമില്ലല്ലോ. ഇന്ന് പകൽ അത് കൊണ്ടുവരുന്ന പിശാചിന്റെ പ്രവർത്തികളെ ഞങ്ങൾ ശാസിക്കുന്നു. യേശുവിന്റെ സമാധാനം അവിടെ കൊണ്ടുവരുന്നു. അവിടെ വരട്ടെ. ഈ രാജ്യത്തിന് മേൽ യേശുവിന്റെ സമാധാനം നിറഞ്ഞു നിൽക്കട്ടെ. ദൈവിക നന്മ കൊണ്ട് നിറയ്ക്കും യേശുവിൻ നാമത്തിൽ പിതാവേ. പത്രത്തിന്റെ വീണ്ടും ഫ്രണ്ട് പേജിൽ, മനോരമയുടെ ഫ്രണ്ട് പേജിൽ ക്യാൻസർ, 1 വർഷം 35,000 പുതിയ രോഗികൾ എന്ന ഒരു വർത്തമാനം ഇന്നത്തെ ഒരു ചുവന്ന മഷി കൊണ്ട് ഉള്ളൊരു ബ്ലോക്കിനകത്താണ് പ്രത്യേകിച്ച് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പെട്ട് ഒരുപാട് ശ്രദ്ധ മാറിക്കൊണ്ടിരിക്കുന്ന വേളയിലും നമ്മുടെ ഇടയിൽ കഷ്ടപ്പെടുന്ന, വിലപിക്കുന്ന, കണ്ണുനീരൊഴുക്കുന്ന, മരിച്ചുകൊണ്ടിരിക്കുന്ന, ഭയത്തിനടിമകളായി ജീവിക്കുന്ന വലിയൊരു കൂട്ടം സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്. നമുക്കിന്ന് പകൽ പ്രാർത്ഥിക്കാം. കേരളം ക്യാൻസർ വിമുക്തമാകണം. ഇന്ത്യയിൽ നിന്ന് ക്യാൻസർ രോഗം മാറണം. ഈ ജനത്തിൻ്റെ നടുവിൽ നിന്ന് രോഗശക്തികൾ മാറണം. ധാരാളം കൊച്ചു ക്ലിനിക്കുകൾ പോലും വലിയ ആശുപത്രികളായി മാറുന്നു. ഈ മനുഷ്യർ ഉള്ളത് കൊണ്ട്, ഈ രോഗികൾ ഉള്ളത് കൊണ്ട്
നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ക്യാൻസറിൽ നിന്ന് ഈ കേരളത്തെ കർത്താവ് വിടുവിക്കേണ്ടതിന് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങളും ഉയർത്തി യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കേരളം ക്യാൻസർ വിമുക്തമാകട്ടെ, കേരളം ക്യാൻസർ വിമുക്തമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളത് പ്രഖ്യാപിക്കുന്നു. ദൈവവചന പ്രകാരം ഞങ്ങളത് പ്രഖ്യാപിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ. അടുത്ത മാസങ്ങളിൽ പുറത്തിറങ്ങുന്ന സർവേയിലൂടെ ഈ വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കട്ടെ. എണ്ണത്തിൽ കുറവ് വന്നത് അല്ല, രോഗികൾ ഇല്ലാതാകുന്നത്, ക്യാൻസർ രോഗം ഈ സംസ്ഥാനത്ത് നിന്ന് പൂർണ്ണമായി മാറിപ്പോകുന്നത് ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ സംസ്ഥാനത്തിന് മേൽ കൊണ്ടുവരുന്നു. അത് വിളിച്ചു വരുത്തുന്നു യേശുവിൻ നാമത്തിൽ. പ്രിയ പിതാവേ, ജോസഫ് മാത്യു സ്വന്തം ജീവിതം നൽകിയത് 7 പേർക്ക് എന്ന് ആയുസ്സും കടന്നെന്ന് പറഞ്ഞ് എത്ര ശ്രേഷ്ഠമായ ഒരു നല്ല മാതൃകയാണ് നമ്മുടെ മുമ്പാകെ ഈ ചെറുപ്പക്കാരൻ കാട്ടിയത്. റോഡിലെ കുഴി ജീവൻ എടുത്തെങ്കിലും ജോസഫ് മാത്യു ഇനിയും ജീവിക്കും. കണ്ണായി, കരളായി, ഹൃദയമായി 7 പേരിലൂടെ ചങ്ങനാശ്ശേരിയിലുണ്ടായ അപകടത്തിൽ മരിച്ച വാഴപ്പള്ളിയിൽ, പാറ, തൈപ്പറമ്പിൽ, ചെമ്പിൽച്ചിറ ജോസഫ് മാത്യുവിൻ്റെ ലാലച്ചൻ 43 ഹൃദയം, കരൾ, വൃക്കകൾ എന്നിവയാണ് ദാനം ചെയ്തത്. ആ കുടുംബത്തെ, ആ പ്രിയപ്പെട്ടവരെ, അവരുടെ ആശ്രിതരെ ദുഃഖത്തിൻ്റെ ആഴങ്ങളിൽ യേശുവിൻ്റെ സമാധാനം അവരുടെ ഹൃദയത്തെ നിറയ്ക്കട്ടെ. അപ്പോൾ തന്നെ പ്രൈയിങ് കേരള കുടുംബം അവരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഇത്ര വലിയ ഒരു സാക്രിഫൈസ് അവരെ കാട്ടിയല്ലോ. നമ്മുടെ ഈ കുടുംബത്തിന് വേണ്ടി, ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ധാരാളം ആളുകൾ കഷ്ടപ്പെടുന്നതിൻ്റെ വിവരങ്ങൾ ഇന്നത്തെ പത്രത്തിൻ്റെ പല പേജുകളിൽ നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കേരളത്തിൽ റോഡ് അപകടങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതങ്ങൾ സുരക്ഷിതരാകട്ടെ. റോഡ് ഗതാഗതം യേശുവിന്റെ നാമത്തിൽ സുരക്ഷിതത്വം ഉള്ളതായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അതിന് ഇടയായി തീരട്ടെ. വിശാലമായ റോഡ് സൗകര്യങ്ങൾ, ഡ്രെയിനേജ് സൗകര്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കേരളത്തിൽ വിളിച്ചു വരുത്തുന്നു. യേശുവിന്റെ നാമത്തിൽ കേരളത്തിൽ സൂപ്പർ ഹൈവേസ് ഞങ്ങൾ വിളിച്ചു വരുത്തുന്നു. യേശുവിന്റെ നാമത്തിൽ കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കേരളത്തിൽ ഏറ്റവും മോസ്റ്റ് മോഡേൺ വെഹിക്കിൾസ് യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ കേരളത്തിന്റെ അന്തരീക്ഷം യേശുവിന്റെ നാമത്തിൽ വിശുദ്ധമാകട്ടെ. ജനം ശ്വസിക്കുന്ന വായു ഇന്നു മുതൽ യേശുവിന്റെ നാമത്തിൽ അത് 100% ആരോഗ്യത്തിന് ഉതകുന്നതായി തീരട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേരളത്തിലെ ജലാശയങ്ങൾ മലിനമാകുന്ന അവസ്ഥകൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. കേരളത്തിലെ വേസ്റ്റ് സംസ്കരിച്ച് എടുക്കുന്നതിനുള്ളതായ വഴികൾ, മാർഗങ്ങൾ, ആശയങ്ങൾ, ആലോചനകൾ യേശുവിൻ നാമത്തിൽ ഉളവായി വരട്ടെ, ഉളവായി വരട്ടെ. കേരളത്തിന്റെ ആരോഗ്യ രംഗത്ത് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇപ്പോൾ ജനിച്ച ശിശു മുതൽ ഏറ്റവും പ്രായമുള്ള വ്യക്തി വരെ യേശുവിന്റെ നാമത്തിൽ, അവർ ഗ്രാമത്തിലാണെങ്കിലും പട്ടണങ്ങളിൽ പാർത്താലും യേശുവിന്റെ നാമത്തിൽ അവർ ആരോഗ്യമുള്ളവരാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവകൃപയാൽ ഓരോരുത്തരും നിറയപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഈ സംസ്ഥാനത്തിന് മേൽ പൊരുന്നിറങ്ങണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇറങ്ങണം, ഇറങ്ങണം. അവിടുത്തെ മഹത്വം ഈ സംസ്ഥാനത്തിന് മേൽ വരട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ. ജീസസ്. ചേർന്ന് അശ്വതി കരുനാഗപ്പള്ളിയിൽ നിന്ന് വിളിച്ചിരിക്കുന്ന ഹസ്ബൻഡ് ഗൾഫിലാണ്, ലീവ് ലഭിക്കുന്നില്ല. കർത്താവെ, ആ പ്രിയ മകനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ലീവ് ലഭിക്കാനുള്ള തടസ്സങ്ങളെല്ലാം യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. എത്രയും വേഗം കർത്താവെ ലീവ് ലഭിച്ച് നിന്റെ മകൻ നാട്ടിലേക്ക് കടന്നു വരട്ടെ. അതിനുള്ള വഴിയും വാതിലും അങ്ങ് തുറന്നു കൊടുത്താട്ട്. പ്രാർത്ഥന എടുക്കുമ്പോഴേക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. വത്സല ചെങ്ങന്നൂന്ന് വിളിച്ചിരിക്കുന്നു. മകൻ രഞ്ജിത്ത് മസ്കറ്റില് കിഡ്നി സ്റ്റോണാൽ ഭാരപ്പെടുന്നു. ഇളയ മകനും ഭർത്താവും മദ്യപാനത്താൽ ഭാരപ്പെടുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അതിൻ്റെ ഉയർച്ചയെ തടസ്സമാക്കുന്ന സകല അന്ധകാര ശക്തികളും ആ കൂടാരത്തിൻ്റെ ഉള്ളറ വിട്ട് പുറത്തു പോകുവാൻ ഞങ്ങൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ പൈതൽ പൂർണ്ണ സൗഖ്യം ഇപ്പോഴവൻ്റെ ശരീരാത്മദേഹി അനുഭവിപ്പാനിടയാകട്ടെ. കരം പിടിച്ച് ഉയർത്തുന്ന ദൈവിക കരുതൽ അവിടെ വെളിപ്പെടുന്നതിനായി സ്തോത്രം. മദ്യപാനത്തിൻ്റെ ആസക്തി കെട്ടുപോകട്ടെ.
ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ. ആമേൻ. തോമസ് മാവേലിക്കരയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. ജോലിയോടുള്ള ബന്ധപ്പെട്ട ഒരു കേസ് നടക്കുന്നു. മൂത്ത മകളുടെ വിവാഹം നടക്കുന്നു. കർത്താവെ, ആ മകനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കേസ് കർത്താവെ, ആ മകന് അനുകൂലമായി മാറട്ടെ. കുടുംബത്തെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മൂത്ത മകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു വിവാഹം നീ കൊടുത്താട്ടെ. അവരുടെ ഭാവി നീ അനുഗ്രഹിച്ചാട്ടെ. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അനിത വെള്ളനാട് നിന്ന് വിളിച്ചിരിക്കുന്നു. ആകാശിന് 11 വയസ്സ്, പനി, കൗണ്ട് കുറവാണ്. യേശുവിന്റെ നാമത്തിൽ ഈ പൈതലിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന വചനത്തെ നിന്റെ പൈതലിലേക്ക് അയക്കുന്നു കർത്താവേ. ആ കൗണ്ട് നോർമൽ ആകട്ടെ യേശുവിൻ നാമത്തിൽ. അവൻ തുള്ളിയും ചാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എഴുന്നേൽക്കട്ടെ യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ. ആമേൻ. റാണി വലിയതുരയിൽ നിന്ന് വിളിച്ചിരിക്കുന്ന മകൾ മനീഷയ്ക്ക് 9ാം ക്ലാസ്സിൽ പഠിക്കുവാൻ പറ്റുന്നില്ല. ഭയങ്കര ഭയം. കർത്താവെ, ആ കുഞ്ഞിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടെ ഭയത്തെ അങ്ങ് എടുത്ത് മാറ്റിയാട്ട്. കർത്താവെ, പഠിക്കുവാനുള്ള ഒരു ബുദ്ധി ശക്തി അങ്ങ് കൊടുത്താട്ട്, ഒരു ഉത്സാഹം അങ്ങ് കൊടുത്താട്ട്, ബുദ്ധിമണ്ഡലങ്ങളെയൊക്കെ അങ്ങ് തുറന്നു കൊടുത്താട്ട്, നല്ലൊരു ഭാവി നീ അവൾക്ക് കൊടുത്താട്ട്. അവളെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. വത്സല തിരുവനന്തപുരത്ത് വിളിച്ചിരിക്കുന്നു. മകൾക്ക് ദുബൈയിലെ ഇന്റർവ്യൂ ഉണ്ട്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പൈതലിന്റെ കർത്താവെ, ആ ഇന്റർവ്യൂ നന്നായി അറ്റൻഡ് ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറയ്ക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആ പൈതലിന് ആ ജോലി ലഭിക്കാനിടയാകട്ടെ യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ. ഈ പകൽ ഈ ഓൾട്ടറിൽ വെച്ചിരിക്കുന്ന ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളും ഈ ഓൾട്ടറിൽ വന്നു കഴിഞ്ഞു. ഇപ്പോൾ താങ്കൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ പ്രാർത്ഥന വിഷയങ്ങൾ വ്യക്തമായി എഴുതി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥിച്ചു. ജപ്തി നടപടി മാറിയെന്ന് ജപ്തി നടപടികളുടെ എത്രയോ വിവരങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. മകൻ വീണ് കൈപൊട്ടി പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥിച്ചു. ഒരാഴ്ച മാത്രമേ പ്ലാസ്റ്റർ ഇടേണ്ടി വന്നുള്ളൂ. യേശു ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. പ്രാർത്ഥിച്ച എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. ഹാവ് ഗോട്ട് എ വേർഡ് ഓൺ മൈ ലെഫ്റ്റ്. കഴിഞ്ഞ 2 വർഷം മുമ്പ് കാലിലുണ്ടായ മുറിവ് ഇതുവരെ കരിഞ്ഞിട്ടില്ല. വേദന, സെൻസേഷൻ ഒന്നും അറിയുന്നില്ല. പൂർണ്ണ സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് അഞ്ചന ട്രിവാൻഡ്രത്ത് നമ്മോട് അറിയിച്ചിട്ടുണ്ട്. ശരീര സൗഖ്യമില്ല. ദേവി കാട്ടാക്കടയിൽ നിന്ന് നമ്മോട് അറിയിച്ചിട്ടുണ്ട്. സെലിൻ എളമക്കരയിൽ നിന്ന് മരുമകൻ്റെ മദ്യപാനം മാറണം, ജോലി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ആതിര കാട്ടാക്കട പാസ്പോർട്ടിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, തടസ്സങ്ങൾ കൂടാതെ കറക്റ്റ് ചെയ്ത് കിട്ടുവാൻ പ്രാർത്ഥിക്കണം. കഴുത്തിൻ്റെ ഒരു ഭാഗത്ത് ഭയങ്കര വേദന, ശരീരവേദന. മറിയാമ്മ സാമുവൽ ബുധന്നൂരിൽ നിന്ന് അത് അറിയിച്ചിരിക്കുന്നു. ഏബ്രഹാം കാക്കനാട് നിന്ന് അറിയിച്ചിരിക്കുന്നു. സുബൻ ദിവ്യ ശാരീരിക പ്രയാസങ്ങൾ മാറാൻ പ്രാർത്ഥിക്കണം. മകൾ നമിത ഷാജി MBBS എക്സാമിന് പോകുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മോട് ഡോക്ടർ ഷാജി അറിയിച്ചിട്ടുണ്ട്. മകൻ സജി, അമ്മ റോണിയും കഫക്കെട്ട്, മകൻ സജിയും അമ്മ റോണിയും കഫക്കെട്ടിനാൽ ഭാരപ്പെടുന്നു. മകൻ്റെ വിവാഹം തടസ്സം കൂടാതെ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് അറിയിച്ചിട്ടുണ്ട്. മിസ്റ്റർ ജോർജ് തിരുവല്ലയിൽ അറിയിച്ചിരിക്കുന്ന മകൻ്റെ തമിഴ്നാട്ടിൽ നിന്നുള്ള വീട്ടിലേക്കുള്ള യാത്ര സുഗമമാകേണ്ടതിന് പ്രാർത്ഥിക്കണം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. എനിക്ക് വ്യക്തമായിട്ട് അറിയാം, ദൈവത്തിൻ്റെ സന്നിധിയിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കൊക്കെ കർത്താവ് മറുപടി നൽകി തന്നിട്ടുണ്ട്. ഇന്നലെ ലഭിച്ചില്ലെങ്കിൽ ഇന്ന് ആ മറുപടിയുടെ ദിവസമാ സഹോദരങ്ങളെ. താമസിച്ചാലും ആ മറുപടി വരും. ആകയാൽ പ്രാർത്ഥിക്കുവാൻ, ചോദിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും എന്ന കർത്താവിൻ്റെ വചനപ്രകാരം എന്നോട് ചേർന്ന് പ്രാർത്ഥന കേരളത്തിൽ എല്ലാവരും ചേർന്ന് കരങ്ങളെ ഉയർത്തി, കരങ്ങളെ ഈ ഓൾട്ടറിൽ വെച്ചിരിക്കുന്ന വിഷയങ്ങളുടെ മീതെ ആ സ്ക്രീനിലേക്ക് വന്ന് സ്പർശിച്ചുകൊണ്ട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ 10,000 വിഷയങ്ങളുടെ മേലെ, ജീവിതങ്ങളുടെ മേലെ അങ്ങയുടെ കരം നീട്ട്. സർജറി വേണമെന്ന് പറഞ്ഞ കേസുകളുണ്ട്. ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അവയെ മാറ്റുന്നു. പകരം രോഗസൗഖ്യം, ഈ ആരോഗ്യം, ദീർഘായുസ് യേശുവിൻ്റെ നാമത്തിൽ ഈ ജീവിതങ്ങളുടെ മേൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. യേശുവിൻ്റെ പാതയിൽ യേശുവിൻ്റെ സമൃദ്ധമായ ജീവൻ ഇവർ ഓരോരുത്തരും അനുഭവിക്കട്ടെ. യാത്രകളിലായിരിക്കുന്നവരുണ്ട്, അവിടുന്ന് അവരെ സംരക്ഷിക്കണം. വിദേശത്തേക്ക് പോകുവാനായിട്ട് ക്രമീകരണങ്ങൾ ചെയ്യുന്നവരുണ്ട്. പാസ്പോർട്ട്, യാത്രാ രേഖകൾ സംബന്ധിക്കുന്ന ക്ലേശങ്ങളിലൂടെ പോകുന്നവരുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അതിൻ്റെ മേൽ മറുപടി കൽപ്പിക്കുന്നു. അപകടത്തെ തുടർന്ന് പിടലി മുതൽ താഴേക്ക് തളർന്നു പോയ ജീവിതങ്ങളുണ്ട്, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ അവയവങ്ങൾ പലതും തളർന്നു പോയ അവസ്ഥയിലൂടെ പോകുന്നവരുണ്ട്. ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. തലയ്ക്കകത്ത് ട്യൂമർ നിമിത്തം തലയോട്ടി പോലെ പല ഭാഗങ്ങൾ മാറ്റിവെച്ചിരിക്കുന്ന അവസ്ഥയിലൂടെ പോകുന്ന ജീവിതങ്ങളുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അവർ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ തികഞ്ഞ ആരോഗ്യത്തിലേക്ക് അവർ ഇപ്പോൾ വരട്ടെ.
മഹത്വത്തിനായി സകലതും ചെയ്യും യേശുവിൻ നാമത്തിൽ പിതാവേ. തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കണം. 7 മണിക്ക് ശേഷം കാര്യങ്ങൾ വിശദമായി സഹോദരങ്ങളോട് സംസാരിക്കുവാൻ അവസരമുണ്ട്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ വിടുതൽ നമുക്ക് അനുഭവിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ അങ്ങനെ തന്നെ വിളിച്ചിരിക്കുന്ന നമ്മൾ അലീനയ്ക്ക് അലീനയുടെ എക്സാമിന് വേണ്ടി പ്രാർത്ഥിക്കണം. കൂട്ടുകാരി സോണിയ സൗഖ്യമില്ലാതെ ആയിരിക്കുന്നു, എക്സാം എഴുതുവാൻ സാധിക്കണം. കർത്താവ് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അലീനയ്ക്ക് വേണ്ടി കൂട്ടുകാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇരുവരുടെയും എക്സാമിൽ കർത്താവ് അങ്ങോട്ട് സാന്നിധ്യം കൂടിയിരിക്കണം, ഉന്നതമായ വിജയം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൂട്ടുകാരി സോണിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പരിപൂർണമായ സൗഖ്യം അവിടെ മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. മന്ദിര ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന സിജോയ്ക്ക് 11 വയസ്സ്, മുഖത്ത് ക്യാൻസറിനാൽ ഭാരപ്പെടുന്നു. പ്രിയ പിതാവേ, മകനായി പ്രാർത്ഥിക്കുന്നു. നിന്റെ ദൈവിക കരം നീട്ടി അമകനെ തൊട്ട് സുഖപ്പെടുത്തുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്യാൻസറിൽ നിന്ന് പൂർണ്ണ വിമോചനം നൽകി അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. കരുനാപ്പള്ളിയിൽ നിന്ന് മേരി വിളിച്ചിരിക്കുന്നു. കൂട്ടുകാരിയുടെ ഹസ്ബൻഡ് നാട്ടിൽ മുഴയുണ്ട്, കടമുണ്ട്, മാറണം. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ കൂട്ടുകാരിയുടെ ഹസ്ബൻഡിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് നാട്ടിലെ മുഴ യേശുവിൻ്റെ നാമത്തിൽ പരിപൂർണമായ സൗഖ്യം അദ്ദേഹത്തിന് മേൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. അതുപോലെ തന്നെ കടഭാരത്തിൽ നിന്ന് കർത്താവ് ആ കുടുംബം പൂർണ്ണമായും മോചിക്കപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ ആ കുടുംബത്തിന് മേൽ വ്യാപരിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എറണാകുളത്ത് നിന്ന് മേഴ്സി വിളിച്ചിരിക്കുന്നു. ഭർത്താവിന്റെ മദ്യപാന മരണം, മകന്റെ കുടുംബജീവിതം തകർന്നു, ഭാര്യ പിണങ്ങിപ്പോയി. മേഴ്സിയുടെ കുടുംബവീതം കിട്ടുന്നില്ല. യേശുവിന്റെ നാമത്തിൽ കർത്താവ് വിഷയങ്ങൾ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തകർന്നിരിക്കുന്ന കുടുംബജീവിതങ്ങളെ നീ കർത്താവെ കെട്ടുറപ്പുള്ളതാക്കി തീർക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നിന്റെ ദൈവപ്രവൃത്തിയോട് വെളിപ്പെടുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർക്ക് കിട്ടാനുള്ള അവകാശത്തിന് വിഹിതങ്ങളെല്ലാം ലഭിക്കുവാൻ തൊക്കണം. കർത്താവെ, അവരുടെ ഹൃദയങ്ങളോട് ഇടപെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദൈവമേ, ആ ഭർത്താവിന്റെ മദ്യപാനത്തിൽ നിന്ന് പൂർണ്ണ വിമോചനം ഉണ്ടാവട്ടെ. കർത്താവെ, കുടുംബത്തിൽ സമാധാനം, ഐശ്വര്യ, സന്തോഷം ഉണ്ടാവട്ടെ. കർത്താവെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. പാലോടുന്ന് പ്രിയമോഹൻ വിളിച്ചിരിക്കുന്നത് ഹസ്ബൻഡിനെ തിരികെ ഗൾഫിലേക്ക് പോകാൻ സാധിക്കണം. കർത്താവ്, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തിരികെ പോകാനുള്ള എല്ലാ വഴികളും തുറന്നാട്ടെ, എല്ലാ തടസ്സങ്ങളും മാറണം. കർത്താവെ, ആ കുടുംബത്തിൽ എല്ലാ മേഖലയിലും സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. തിരുവനന്തപുരത്ത് നിന്ന് ലീല വിളിച്ചിരിക്കുന്നു. അപ്പൻഡിസൈറ്റിസിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. എത്രയും വേഗം ബാക്കി കാര്യങ്ങളെല്ലാം കർത്താവ് പൂർണ്ണ സൗഖ്യം ലഭിക്കേണ്ടതിന് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രിയ പിതാവേ, യേശുവിന്റെ നാമത്തിൽ കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പൂർണ്ണ സൗഖ്യം നീ എത്രയും വേഗം നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവിക ബലത്താൽ ശരീരത്തെ നിറയ്ക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. നാളെ പ്രഭാതത്തിൽ നമ്മൾക്ക് വീണ്ടും ഒന്നിച്ച് കാണുന്നത് വരെയും കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് ഒന്നിച്ചായിരിക്കാം. ഞാൻ അല്പസമയത്തിനുള്ളിൽ ഓരോ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ വരും. നമ്മുടെ ജോലി മണ്ഡലങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ രാജ്യം എല്ലാ നിലയിലും സുരക്ഷിതത്വം ഉള്ളതായി തീരും. അസ്ഥി തേയ്മാനത്താലും ശരീരത്തിൽ അതികഠിനമായ വേദനയാലും ഭയം നിമിത്തവും നട്ടല് വേദനയാലും വളരെ ക്ലേശങ്ങളിലൂടെയാണ് കുറേ ദിവസങ്ങളായി പോയിക്കൊണ്ടിരുന്നത്. ഇന്നലെ രാത്രിയിൽ നടന്ന പ്രത്യേക പ്രാർത്ഥനയിൽ ഞാൻ പങ്കെടുത്തു. മാവേലിക്കരയിൽ നിന്ന് ഒരു സഹോദരിയെ ഇത് അറിയിച്ചിരിക്കുന്നത് എല്ലാ അസുഖങ്ങളും ആ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറി, വേദന മാറി, ഭയം മാറി. ഈ യേശു എത്ര നല്ലവൻ. സൂര്യ 40 ദിവസം പ്രായമുള്ള കുഞ്ഞ് ഹാർട്ടിന് പ്രോബ്ലമായിട്ട് ICUവിലായിരുന്നു. പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥിച്ചു. യേശു പൂർണ്ണ സൗഖ്യം ആ കുഞ്ഞിന് നൽകി. ഇപ്പോൾ ചെറിയ പനിയും ശ്വാസമുട്ടലും ഉണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇന്ന് ഈ വിവരം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അൾസർ കൂടുതലായിരുന്ന വേളയിലാണ് പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് വിളിച്ചു പറഞ്ഞത്. യേശു അത്ഭുതകരമായ സൗഖ്യം നൽകി. ഇപ്പോൾ വന്ന് ഇത്രയും വിഷയങ്ങളൂടെ ഓരോന്നും എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, സമയത്തിൻ്റെ പരിമിതിയിൽ. പക്ഷെ അതിൻ്റെ അർത്ഥം ഇത് വിട്ടുകളയുമെന്നല്ല. ഓരോന്നും പ്രത്യേകാൽ വായിച്ച് ഞങ്ങൾ കരം വെച്ച് താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യേശു അത്ഭുതം പ്രവർത്തിക്കും. തുടർന്നുള്ള മണിക്കൂറുകളിലും പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിക്കണം. ഭാരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങും തുറന്നു പറയാനില്ല എന്നോർത്ത് വിഷമിക്കേണ്ട. പ്രാർത്ഥന കേരളത്തിൽ വിളിച്ച് സംസാരിക്കും. ഇവിടെ വരുന്ന വിവരങ്ങൾ രഹസ്യമായി തന്നെ സൂക്ഷിക്കുന്നതാകയാൽ അത് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ, ദൈവകൃപയിൽ നമുക്ക് ആശ്രയിച്ച് മുമ്പോട്ട് യാത്ര ചെയ്യാം. ഈ ശുശ്രൂഷ ഇത്രത്തോളം ഫലപ്രദമായി തീരുവാൻ താങ്കൾ ഞങ്ങളോടൊപ്പം കൂടെ നിന്നു. കാണിച്ച എല്ലാ സഹകരണത്തിനും പ്രാർത്ഥനയ്ക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. ഹാർവസ്റ്റ് TV പ്രേയിങ് കേരള കുടുംബങ്ങൾക്കായി നമുക്ക് ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷകൾ ലോകത്തിൻ്റെ അനേക രാജ്യങ്ങളിലേക്ക് എത്രയും വേഗം വീണ്ടും എത്തുവാൻ ദൈവത്തിന് അനുഗ്രഹങ്ങൾ ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ കർത്താവെ ഹാർവസ്റ്റ് TV കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. ബ്രദർ ബിബി ജോർജിനായി കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. ടീമിനായി പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിച്ച് അവിടുത്തെ കൃപയിൽ അവിടുന്ന് വീണ്ടും
വീണ്ടും പൊതിയോ യേശുവിന്റെ നാമത്തിൽ മീതെ ആകാശത്തിലെ നന്മകൾ അനുഗ്രഹങ്ങളാൽ അവർ നിറയപ്പെടട്ടെ. പ്രൈം കേരള കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഓരോരുത്തരും അനുഗ്രഹീതരാകട്ടെ. കർത്താവേ, ഇന്ന് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവർ ചെയ്യേണ്ട ജോലി അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ കരങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വലിയ നിറവിനാൽ അവരെ നിറയ്ക്കും. അവിടുന്ന് അവരെ സംരക്ഷിക്കും. യാത്രകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്കൂളുകളിൽ നിന്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കും. മാതാപിതാക്കൾ, ടീച്ചേഴ്സിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഗവൺമെന്റ് സ്റ്റാഫിനെ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഭരണാധികാരികളെ അനുഗ്രഹിക്കുന്നു. ഓരോ വ്യക്തിയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. മഹത്വം മുഴുവൻ ഞങ്ങൾ അങ്ങേക്ക് തരട്ടെ. ഇപ്പോൾ വന്ന ഓരോ വിഷയങ്ങളെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നന്മ കൊണ്ട് ഓരോരുത്തരെയും അവിടുന്ന് നിറയ്ക്കും. കർത്താവേ, എല്ലാവരുടെ മേലും അങ്ങയുടെ സാന്നിധ്യവും നന്മയും പകരും. യേശുവിൻ നാമത്തിൽ പിതാവേ. എത്ര നല്ല നാളെ ഓഗസ്റ്റ് 15 നമ്മുടെ രാജ്യം എല്ലായിടത്തും സുരക്ഷിതത്വമുള്ളതായി തീരേണ്ടതിന് വിശേഷിയാൽ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ രാജ്യം സുരക്ഷിതത്വമുള്ളതായി തീരട്ടെ. ഒരു പുതിയ വർഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ അത് അനുഗ്രഹത്തിൻ്റെയും സമൃദ്ധിയുടെയും വിജയത്തിൻ്റെയും വർഷമായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ. രണ്ട് കരവും ഉയർത്തിയ കരത്താ യേശുവേ, നീ എത്ര നല്ലവൻ. യേശുവേ, നീ എത്ര നല്ലവൻ. യേശുവേ, നീ എത്ര നല്ലവൻ. യേശുവേ,